പഴയ നില തന്നെ സെൻകുമാർ സ്വീകരിക്കുകയാണ് എന്ന ധാരണയിൽ നിൽക്കരുത്. ആ നില മാറി പുതിയ താവളം സെൻകുമാർ നോക്കുകയാണ്. ഈ സംസ്ഥാനത്തിലെ DGP സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് എന്ന നിലവെച്ചല്ല അദ്ദേഹം സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. DGP ആയിരുന്ന TP സെൻകുമാർ സംഘപരിവാർ പാളയത്തിലേക്ക് പോയെന്ന മുന്നറിയിപ്പ് അന്ന് പ്രതിപക്ഷത്തിന് നൽകിയ മുഖ്യമന്ത്രി ഇപ്പോൾ അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളിൽ നിശബ്ദനാണ്. ഏതെങ്കിലും IPS ഉദ്യോഗസ്ഥർ RSS ചായ്വ് കാണിച്ചാൽ അവരെ നിരീക്ഷിച്ച് പരീക്ഷിച്ച് ഒതുക്കുന്ന ഇടത് സർക്കാരാണ് അജിത് കുമാറിന് മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്നത്. പ്രതിപക്ഷം ആരോപിക്കുന്ന പോലെ മുഖ്യമന്ത്രിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ് ADGP എന്ന് പാർട്ടി അണികൾക്ക് പോലും സംശയം തോന്നാം. പോലീസിലെ പുഴുക്കുത്തുകളെ പുറത്താക്കുമെന്ന് പറയുന്നതല്ലാതെ ഒന്നും സംഭവിച്ചില്ല. RSS ബന്ധങ്ങളിൽ കർശന നിലപാട് സ്വീകരിക്കുന്ന CPM പോലും മൗനത്തിലാണ്. EP ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ വെട്ടിനിരത്തൽ നടത്തിയ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പോലും നിസ്സംഗനാണ്. ദാർശനികമായ മറുപടികളിലൂടെ CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും മന്ത്രി MB രാജേഷും പറഞ്ഞൊഴിയുന്നു. ആരെങ്കിലും പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങളെല്ലാം ഈ അന്വേഷണത്തിൽ വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് 2 കോടി വിലയിട്ടത് RSS ആണ്. എന്നാൽ CPI ആകട്ടെ അജിത് കുമാറിന്റെ കാര്യത്തിലും തൃശൂരിനെ പൂരം കലക്കിയതിലും നടപടി വേണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നു. എന്ത് വിജ്ഞാനമാണ് ഈ ADGP വിജ്ഞാന ഭാരതിയുടെ പ്രസാവിയുമായിട്ട് ചേർന്നുകൊണ്ട് ചർച്ച ചെയ്യാൻ പോയതെന്ന് ഞങ്ങൾക്കറിയില്ല. അത് സത്യമാണെങ്കിലാണ് ചോദ്യം വരുന്നത്. സത്യമാണെന്നുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്. പൂരം കലക്കാൻ കൂടിക്കാഴ്ച കാരണമായോ എന്ന അന്വേഷണവും വേണമെന്നാണ് CPIയുടെ നിലപാട്. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് വാർത്തയുടെ അടിസ്ഥാനത്തിൽ. ഇനി വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് വിശദമായിട്ട് അതിന്റെ മറുപടി പറയുന്നതാണ് ഉചിതം. എന്നാൽ ഘടകകക്ഷികളുടെയും സ്വന്തം MLAയുടെയും ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് പിന്നീട് നടപടിയെടുക്കാം എന്ന ഒഴുക്കൻ നിലപാടാണ് സർക്കാരിനും CPMനും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.